ഹലോ, ഹാപ്റ്റിക്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ B.Edൻ്റെ സെക്കൻഡ് സെമസ്റ്റർ പേപ്പറാണ്. സോ ഓൾറെഡി ഇതിൻ്റെ യൂണിറ്റ്സ് 1, 2 and 3 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. നമ്മളിന്ന് യൂണിറ്റ് 4 ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ യൂണിറ്റ് 4 നിങ്ങൾ അറിയാം, നിങ്ങൾക്ക് മൊത്തത്തിൽ എത്ര യൂണിറ്റ്സ് ആണ് വരുന്നത്? 5 യൂണിറ്റുകൾ വരുന്നുണ്ട്. ആ യൂണിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്, പോളിസീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. സോ ഇൻട്രൊഡക്ഷൻ നോക്കാം. Just like the culture, the language and the life patterns of people, the environment of India also is diverse with beautiful and bountiful forests, mighty rivers, snow-bound peaks, deep seas, rich mines and a variety of minerals, vast agricultural pasture lands, livestock, wildlife and flora and fauna of countless varieties. It is a vast treasure home of natural resources. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരുപാട് കൾച്ചറുണ്ട്, ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഉണ്ട്, ലൈഫ് പാറ്റേൺസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള രാജ്യമാണ്. അതിലെന്തൊക്കെയാണുള്ളത്? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോറസ്റ്റ് ഉണ്ട്, നല്ല റിവേഴ്സ് ഉണ്ട്, പീക്കുകളുണ്ട്, കുന്നുകളുണ്ട്, മലകളുണ്ട്, കടലുകളുണ്ട്, അങ്ങനെ മിനറൽസ് ഉണ്ട്, ലാൻഡ്, വ്യത്യസ്ത തരത്തിലുള്ള ലാൻഡുകളുണ്ട്. മൊത്തത്തിൽ ഇവിടെ ഫ്ലോറ ആയാലും ഫോണ ആയാലും ആനിമൽസ് ആയാലും ബേർഡ്സ് ആയാലും എല്ലാം ഒരുപാട് വെറൈറ്റീസാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വാസ്റ്റ് ട്രഷർ ഹോം ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഇനി മേജർ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. എൻവയോൺമെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് കുറച്ച് പ്രോബ്ലംസും ഉണ്ടാകും. ഒന്നാമത്തേതാണ് ഗ്ലോബൽ വാർമിംഗ്. ദ ലെവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് കാർബൺ മോണോക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇസ് ഗോയിങ് ഓൺ ഇൻക്രീസിംഗ്, ഡ്യൂ ടു വിച്ച് ദ ആവറേജ് ടെമ്പറേച്ചർ ഇൻ ഓൾ റീജിയൻസ് അക്രോസ് ദ വേൾഡ് ഹാസ് റേസ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി. അപ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണം ഉണ്ടാക്കുന്നതാണ് എങ്ങനെയാണെന്നാണ് പറയുന്നത് കേട്ടോ. കാർബൺ ഡയോക്സൈഡിൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയും ഒക്കെ ലെവൽ കൂടുന്ന സമയത്ത് അത് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് എന്താ, നമ്മുടെ ഒരു ആവറേജ് ടെമ്പറേച്ചർ ഉണ്ടാകുമല്ലോ നമ്മുടെ റീജിയണിൽ, അതെന്താ സംഭവിക്കുന്നത്? ദ വേൾഡ് ഹാസ് റേസ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി. ആ ആവറേജ് ടെമ്പറേച്ചർ എല്ലാ റീജിയണിൽ നിന്നും കൂടുകയാണ്. അപ്പോൾ കാർബൺ ഡയോക്സൈഡിൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയും അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ടെമ്പറേച്ചറും കൂടിക്കൊണ്ട് വരികയാണ്, ചൂട് കൂടിക്കൊണ്ട് വരികയാണ്. ഇതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുക. സോ സിംപ്ലി എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാർബൺ ഡയോക്സൈഡിൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയും ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ റീജിയണിലുള്ള ആവറേജ് ടെമ്പറേച്ചറിൻ്റെ അളവ് കൂടുന്നുണ്ട്. ദിസ് ഇസ് സിംപ്ലി ഗ്ലോബൽ വാർമിംഗ് എന്ന് നിങ്ങൾക്ക് പറയാം. ഗ്ലേഷ്യേഴ്സ് ഹാവ് സ്റ്റാർട്ടഡ് മെൽറ്റിംഗ് ഫാസ്റ്റ്, ഫ്ലഡിംഗ് ദ റിവേഴ്സ് വിച്ച് റിസൾട്ട്സ് ദ റൈസ് ഓഫ് സീ ലെവൽ, ഇമേഴ്സിംഗ് ദ അഡ്ജോയിനിങ് ലോ ലൈയിങ് ഏരിയാസ്. അപ്പം ഗ്ലേഷ്യേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സൊക്കെ കടപുഴകി ഒഴുകുന്നുണ്ട്. ഇതൊക്കെ സീ ലെവൽ ഇൻക്രീസ് ചെയ്യാനും ഉള്ള കാരണമാക്കുന്നുണ്ട്. ഓക്കെ, സീസൺസ് ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ബിക്കം എറാറ്റിക്. നമുക്കറിയാം, ഇപ്പം തന്നെ കേരളത്തിലെ സീസണെ നമ്മൾ എടുത്ത് നോക്കിയാൽ മതി. ലോകത്തിലെടുക്കണമെന്നില്ല, ഇന്ത്യയിലെടുക്കണമെന്നില്ല, നമ്മുടെ കേരളത്തിലെ സീസൺ നോക്കിക്കഴിഞ്ഞാൽ മതി. നമുക്കൊരു മഴക്കാലം ഉണ്ടായിരുന്നു, ഒരു വേനൽക്കാലം ഉണ്ടായിരുന്നു, ഒരു മഞ്ഞുകാലം എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് കാലങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മഴക്കാലം ഏതാണ്, വേനൽക്കാലം ഏതാണ്, സ്പ്രിംഗ് സീസൺ ഏതാണെന്നൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. There may occur severe famine for drinking water across the world. വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാവും, വെള്ളത്തിന് ക്ഷാമം വരും. Severe water shortage will lead to significant reduction in agricultural output which may trigger widely poverty and food shortage in world. നമ്മളുടെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് വളരെയധികം കുറയും. ഇത് എന്തിലേക്കാണ് നയിക്കുന്നത്? പോവേർട്ടിയിലേക്ക്. Due to growing power needs, power cut will be imposed for long hours in a day, crippling the functioning of industries. ഇതുകൊണ്ട് തന്നെ പവർ കട്ടുകൾ ധാരാളമായിട്ട് സംഭവിക്കും. വേരിയസ് കൈൻഡ് ഓഫ് ഡിസീസസ് വിൽ സ്പ്രെഡ് ഫാസ്റ്റ് ഓൺ ഗ്ലോബൽ ലെവൽ. സ്വൈൻ ഫ്ലൂ ഒക്കെ പോലെയുള്ള ഒരുപാട് ഡിസീസസ് പെട്ടെന്നാണ് പരന്നു പിടിക്കുന്നത്. സീ ഇറോഷൻ കാരണം ലാൻഡ് ഏരിയ, കരഭാഗങ്ങൾ ഷ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. ആസ് ഡെസർട്ടിഫിക്കേഷൻ സ്പ്രെഡ്സ്, സോയിൽ ഫെർട്ടിലിറ്റി ഈസ് അഡ്വേഴ്സ്ലി എഫക്റ്റഡ്, ലീഡിങ് ടു ഡ്രോട്ട് ഇൻ മെനി പാർട്സ് ഓഫ് ദി വേൾഡ്. ഈ ഡെസർട്ടിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുകയാണ്? കരകളൊക്കെ എന്തായി മാറുകയാണ്? സോയിൽ ഫെർട്ടിലിറ്റി ഒക്കെ കുറയുകയാണ്. മണ്ണിൻ്റെ ആ ഒരു ഫെർട്ടിലിറ്റി ഉണ്ടല്ലോ, അത് കുറഞ്ഞ് വരികയാണ്. ഇതെന്തിനാണ് കാരണമാക്കുന്നത്? ഡ്രോട്ട്, വരൾച്ചയ്ക്ക് കാരണമാക്കുന്നുണ്ട്. ആസ് അഗ്രികൾച്ചർ ഗെറ്റ്സ് ക്രിപ്പിൾഡ്, ഫുഡ് ഷോർട്ടേജ് വിൽ ബി ഫൗണ്ട് ഗ്ലോബലി. അപ്പോൾ അഗ്രികൾച്ചർ കൊളാപ്സ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഭക്ഷണത്തിൻ്റെ അളവ് ഓട്ടോമാറ്റിക്കലി കുറയും. ഇനി എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. The atmosphere
atmosphere on the earth has been divided into many layers. നമുക്കറിയാം ടെമ്പറേച്ചറിൻ്റെ ഹൈറ്റിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഒരുപാട് ലെയേഴ്സ് ആക്കിയിട്ടുണ്ട്. ഇതിൽ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നതാണ് ഏറ്റവും ബോട്ടത്തിൽ വരുന്നത് ആൻഡ് സ്ട്രാറ്റോസ്ഫിയർ ആണ് ഏറ്റവും മുകളിൽ വരുന്നത്. മനസ്സിലാക്കി വയ്ക്കുക, ട്രോപ്പോസ്ഫിയർ ഏറ്റവും താഴെയും സ്ട്രാറ്റോസ്ഫിയർ ആണ് ഏറ്റവും മുകളിലും വരുന്നത്. ഇൻ ദ ഇക്വറ്റോറിയൽ റീജിയൻ ട്രോപ്പോസ്ഫിയർ എക്സ്റ്റെൻസ് അപ് ടു 17 കിലോമീറ്റർ ഇൻ ഹൈറ്റ് ഫ്രം ദ എർത്ത് സർഫസ് ആൻഡ് ഇൻ പോളാർ റീജിയൻസ് ഇറ്റ് ഈസ് അപ് ടു 8 കിലോമീറ്റർ. നമുക്കറിയാം പോളാർ റീജിയൻ ട്രോപ്പോസ്ഫിയർ ഒക്കെ നമുക്കറിയാം ഓരോ റീജിയൻസ്. അപ്പോൾ ഈ ഇക്വറ്റോറിയൽ റീജിയണിൽ ട്രോപ്പോസ്ഫിയർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏറ്റവും ബോട്ടമിൽ കാണുന്ന ട്രോപ്പോസ്ഫിയർ 17 കിലോമീറ്റർ ലെവലിൽ വരെയും, അതുപോലെ പോളാർ റീജിയൻ നമുക്കറിയാം അല്ലേ, പോളാർ റീജിയൻ എന്ന് പറയുന്ന ആ തണുപ്പുള്ള ഏരിയാസ്, ആ റീജിയണിൽ 8 കിലോമീറ്റർ വരെയാണ് ട്രോപ്പോസ്ഫിയറിൻ്റെ ഹൈറ്റ് വരുന്നത്. ട്രോപ്പോസ്ഫിയർ കണ്ടെയ്ൻസ്, ഈ ട്രോപ്പോസ്ഫിയറിൽ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെ തരത്തിലുള്ള ഗ്യാസസ് ഉള്ളത്? നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, വാട്ടർ വേപ്പേഴ്സ് ഉണ്ട്, പിന്നെ മറ്റ് സംഭവങ്ങളാണുള്ളത്. ഇനി ഈ ഒരു ചാർട്ട് നോക്കുക കേട്ടോ. മെക്കാനിസംസ് ഓഫ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഇൻ വൺ ഹാഫ് ഓഫ് ദ ഡയഗ്രാം അറ്റ്മോസ്ഫിയർ ഇസ് നോർമൽ, ഇൻ അതർ ഹാഫ് അറ്റ്മോസ്ഫിയറിക് എഫക്റ്റ് ഇസ് ഷോൺ. കണ്ടോ, ഒരു ഭാഗത്ത് കുറവും ഒരു ഭാഗത്ത് കൂടുതലുമായിട്ട് വരുന്നത് ട്രോപ്പോസ്ഫിയറിൻ്റെ റീജിയൻ ചേഞ്ച് ചെയ്ത് വരുന്നത് പോളാർ റീജിയണിലും ഇക്വറ്റോറിയൽ റീജിയണിലും. ഇനി ക്ലൈമറ്റ് ചേഞ്ച് എന്താണ്? ദ വെദർ ഓഫ് എ പ്ലേസ് ഗോസ് ഓൺ ചേഞ്ചിങ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പാറ്റേൺ ഓഫ് വിൻഡ് ഫ്ലോ, ഹ്യൂമിഡിറ്റി ഇൻ എയർ, എമൗണ്ട് ഓഫ് റെയിൻഫോൾ ആൻഡ് പ്രിവെയിലിംഗ് ടെമ്പറേച്ചർ. അപ്പോൾ ഓരോ സ്ഥലങ്ങളുടെയും വെദർ ചേഞ്ച് ചെയ്യുന്നത് എന്തിനെ ബന്ധപ്പെട്ടിട്ടാണ്? കാറ്റിൻ്റെ ഫ്ലോ, ഹ്യൂമിഡിറ്റി, അതുപോലെ തന്നെ റെയിൻഫോൾ, ഇതൊക്കെ അനുസരിച്ചാണ് വെദർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ ആവറേജ് വെദർ കണ്ടീഷൻസ് ഓഫ് എ പ്ലേസ് ദാറ്റ് ഇസ് ദ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഇറ്റ്സ് ക്ലൈമറ്റ്. അപ്പോൾ ആവറേജ് വെദർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ ആവറേജ് വെദർ കണ്ടീഷൻ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അവിടുത്തെ മാക്സിമം മിനിമം ടെമ്പറേച്ചറിനെയാണ്. ഇതാണ് ക്ലൈമറ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി ഓസോൺ ലെയർ ഡിപ്ലീഷൻ നമുക്കറിയാമല്ലേ, ഓസോൺ ലെയർ, ഓസോൺ പാളിയിലുള്ള വിള്ളൽ അതെങ്ങനെയാണ് തകരുന്നത് എന്നൊക്കെ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. ദ സ്ട്രാറ്റോസ്ഫിയർ വിച്ച് ഇസ് അറ്റ് ദ ഹൈറ്റ് ഓഫ് 72 കിലോമീറ്റർ ഫ്രം എർത്ത് സർഫസ് കണ്ടെയ്ൻ സ്കാർസ് എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ. അപ്പോൾ നമുക്കറിയാം സ്ട്രാറ്റോസ്ഫിയർ 72 കിലോമീറ്ററാണ് ഭൂമിയിൽ നിന്നും മുകളിലേക്കുള്ളത്. അവിടെ വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് വളരെ സ്കാർസാണ്. ആ തിൻ ലെയർ ഓഫ് ഓസോൺ gas less than 1 ppm is also present which absorbs most of the ultraviolet rays. അപ്പോൾ ഈ ഒരു തിൻ ലെയർ ഓഫ് ഓസോൺ ഗ്യാസ്, തിൻ ലെയർ എന്ന് പറയുമ്പോൾ 1 ppm താഴെയുള്ള അത്രയും തിൻ ലെയർ ആയിട്ടുള്ള ഓസോൺ ഗ്യാസ് എന്ത് ചെയ്യാണ്? അൾട്രാ വയലറ്റ് റേസിനെ അബ്സോർബ് ചെയ്യുകയാണ്. ഇനി എന്താണ് ഓസോൺ ഡിപ്ലീഷൻ്റെ കാരണമുണ്ടാക്കുന്നത്? ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് കെമിക്കൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ, നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള CFC, എന്തിലൊക്കെ ഉണ്ടാകുന്ന CFC എന്തെങ്കിലുമൊക്കെ കാണാം. നമ്മുടെ ഈ ഫ്രിഡ്ജ്, AC പോലെയുള്ള തണുക്കുന്ന ഉപകരണങ്ങളിലൊക്കെ ഉള്ള ഒരു സംഭവമാണ് CFC എന്ന് പറയുന്നത്. അപ്പോൾ ഈ കെമിക്കൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ ഇസ് വൺ ഓഫ് ദ മെയിൻ ഡിസ്ട്രോയേഴ്സ് ഓഫ് ഓസോൺ ലെയർ. അപ്പോൾ ഓസോൺ ലെയറിനെ തകർക്കുന്ന ഏറ്റവും വലിയ ഒരു ഫാക്ടറാണ് ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നുള്ളത്, CFC എന്നുള്ളത്. ഇതെന്തൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ? ഓഫ് കോഴ്സ് ക്ലോറോ എന്നുള്ളതുകൊണ്ട് ക്ലോറിനുണ്ട്, ഫ്ലോറോ എന്നുള്ളത് ഫ്ലോറിനുണ്ട്, ആൻഡ് കാർബൺ ഉണ്ട്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓസോൺ ലെയർ ഡിപ്ലീഷനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്, അതിന് കുറച്ച് എക്സാമ്പിൾസൊക്കെ നിങ്ങൾക്ക് അങ്ങ് കൊടുക്കാം. ഓക്കെ. ഇനി CFCs ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1930s. It was called a miracle gas because of non-poisonous, non-inflammable and highly stable nature. അപ്പോൾ ഇത് ഒരു മിറാക്കിൾ ഗ്യാസ് എന്നായിരുന്നു അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അത് പോയിസണസ് അല്ല, ഇൻഫ്ലെയിമബിൾ അല്ല, അതുപോലെ തന്നെ അത് സ്റ്റേബിളുമാണ്. ഇനി മെഷേഴ്സ് ടു കൺട്രോൾ ഇമ്പാക്റ്റ് ഓൺ അറ്റ്മോസ്ഫിയർ. ഒന്നാമത്തേതാണ് കൺട്രോളിംഗ് ദ ലെവൽ ഓഫ് കാർബൺ മോണോക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ബൈ റൈസിംഗ് ലാർജ് നമ്പർ ഓഫ് ട്രീസ് പോസിബിൾ അപ്പാർട്ട് ഫ്രം കർറ്റെയിലിംഗ് ഡിഫോറസ്റ്റേഷൻ. അതായത് സിഒയുടെ ലെവൽ നമ്മൾ കൺട്രോൾ ചെയ്യുക എങ്ങനെ? ട്രീസിനെ ഒരുപാട് റേസ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂൽസിൻ്റെ യൂസ് നമ്മുടെ ഡെയിലി ലൈഫിൽ കുറയ്ക്കുക, ബയോ ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിക്കുക, സിന്തറ്റിക് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നതിന് പകരം, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന CFC റെഫ്രിജറേറ്ററിലും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ എയർ കണ്ടീഷനിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന CFC ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ മറ്റേതെങ്കിലും ടെക്നോളജീസ് വെച്ചിട്ട് ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ അവോയ്ഡ് ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും
ഏതെങ്കിലും തരത്തിൽ നമ്മൾ കൊണ്ടുവരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓസോൺ ലെയർ ഡിപ്ലീഷനൊക്കെ നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടറിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ കൊണ്ടുവരിക. ഡെവലപ്പിംഗ് ടെക്നോളജീസ് ടു റീസൈക്കിൾ വേസ്റ്റ് വാട്ടർ ഫ്രം ഇൻഡസ്ട്രീസ് ദാറ്റ് കുഡ് ബി യൂസ് ടു റേസ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ്. ഈ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ഒരുപാട് വെള്ളങ്ങൾ ഒഴുക്കി വിടുന്നത് കാണാറില്ല. അപ്പോൾ ഇതിനെ റീസൈക്കിൾ ചെയ്തിട്ട് പ്ലാന്റിനും ട്രീസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്ന സംവിധാനങ്ങൾ കൊണ്ടുവരിക. ഇനി ആസിഡ് റെയിൻ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ആസിഡ് റെയിൻ ഈസ് എ കൈൻഡ് ഓഫ് കെമിക്കൽ ലെപ്രോസി ദാറ്റ് ഈസ് ഈറ്റിംഗ് ഇൻ ടു ദ ഫേസ് ഓഫ് നോർത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ്. We cannot see acid rain, but we can see its signature, an indicator in the haze patterns that it leaves on monuments and forest. അതായത് ആസിഡ് റെയിൻ നമുക്ക് ശരിക്കും കാണാൻ പറ്റുമെന്ന് വരുന്നില്ല, പക്ഷെ അതിൻ്റെ സിഗ്നേച്ചർ അത് എങ്ങനെയാണ് വരുന്നത്, അത് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ മോണ്യുമെൻറ്റ്സും ഫോറസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഒക്കെ മേലെ മഴ പെയ്ത് കഴിഞ്ഞാലൊക്കെ ഒരു പാറ്റേൺ, പ്രത്യേക തരം പാറ്റേൺ ആണ് അത് ക്രിയേറ്റ് ചെയ്തത്. ആസിഡ് റെയിൻ, ജനറലി നോൺ ബൈ ദ ടേം ആസിഡ് പെർസിപ്പിറ്റേഷൻ, reaches the earth in the form of acid snow, acid sleet, acid fog, acid frost, acid dew as well as acid rain. അപ്പോൾ ഈ ആസിഡ് റെയിൻ മഴയുടെ രൂപത്തിൽ മാത്രമല്ല, സ്നോയുടെയും സ്ലീറ്റിൻ്റെയും ഫോഗിൻ്റെയും ഫ്രോസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഡ്യൂയുടെയും തുള്ളിയുടെയൊക്കെ ഷേപ്പിൽ ആസിഡ് റെയിൻ വരാം. ഓക്കെ, ഫോർമേഷൻ ഓഫ് ആസിഡ് റെയിൻഫോൾ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ താജ്മഹൽ. കണ്ടോ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിക്കേ. വാണിയം ക്യൂസ്, ലൈറ്റ്നിങ്, ഓക്സിഡേഷൻ ഇൻ അറ്റ്മോസ്ഫിയർ എന്ന് നോക്കി വെക്കുക. ഈ ഡയഗ്രാം കഴിയുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഈ റെയിൻ കണ്ടെയ്നിങ് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കിക്കുക. H2SO4 ഉണ്ട്, അതുപോലെ തന്നെ HNO3 ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. ഇനി എക്സ്റ്റിങ്ഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ. At the Earth Summit in June 1992, the majority of the world's nations signed a convention of biological diversity to conserve whatever remains on the Earth's astounding plant and animal diversity. 1992 ജൂണിൽ നടന്നിട്ടുള്ള ഒരു സബ്മിറ്റിൽ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റീനെ കൺസേർവ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ വിചാരിച്ചിട്ടുണ്ടായത് അന്നുണ്ടായിരുന്ന എല്ലാ ടൈപ്പ് ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ വെറൈറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള രീതിയിലാണ്. ദ ഗ്ലോബൽ അഗ്രിമെൻറ്റ് had taken shape against the backdrop of awesome destruction of Earth's flora and fauna. ഇങ്ങനെ ഒരുപാട് ഡിസ്ട്രക്ഷൻ നടന്ന കാരണത്താലാണ് നടത്തിയത്. എന്തൊക്കെയാണ് ഫ്ലോറ ആൻഡ് ഫോണയുടെ എക്സ്റ്റിങ്ഷന് കാരണം? ഒന്നാമത്തേത് വാട്ടർ പൊല്യൂഷനാണ്, എയർ പൊല്യൂഷൻ, ആസിഡ് റെയിൻ, ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഓസോൺ ഡിപ്ലീഷൻ, population explosion, industrialization, urbanization, deforestation, thermal and nuclear power plants, interruption of food chain and resultant food scarcity, floods, earthquakes and volcanic eruptions, indiscriminate use of chemical fertilizers and pesticides, shortage of rainfall. നിങ്ങൾക്ക് ഒത്തിരി എഴുതാൻ വേണ്ടി പറ്റും. ഇങ്ങനെ മാത്രം ക്വസ്റ്റ്യൻ വന്നാലും ഇതിന് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കുക. വാട്ടർ പൊല്യൂഷനൊക്കെ ആരോ പറഞ്ഞു തരണമെന്നുണ്ടെന്ന്. വാട്ടർ പൊല്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമുക്കറിയാം അല്ലേ. നമ്മൾ എന്താണ് റിവറിലേക്ക് അതിലേക്കൊക്കെ വലിച്ചെറിയുന്ന വേസ്റ്റിൽ നിന്ന് പൊല്യൂഷൻ സംഭവിക്കാം. അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ ഒഴുക്കി വിടുന്ന വെള്ളം കാരണം സംഭവിക്കാം. എയർ പൊല്യൂഷൻ നമ്മൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ കൊണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്താണ് CFCs കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെയാണ് ഗ്ലോബൽ വാർമിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായി. ഓക്കെ, ഇനി ഫ്ലോറ ആൻഡ് ഫോണിനെ നമുക്ക് എങ്ങനെ കൺസേർവ് ചെയ്യാം, അതിൻ്റെ മെഷേഴ്സാണ് പറയുന്നത്. ദ ഗവൺമെൻറ് ഷുഡ് റിവൈസ് അഗ്രികൾച്ചർ പോളിസി ആൻഡ് ഇൻകോപ്പറേറ്റ് കൺസർവേഷൻ ആൻഡ് അപ്ഗ്രഡേഷൻ ഓഫ് ഇൻഡിജീനസ് ക്രോപ്പ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് വെറൈറ്റീസ്. ബയോഡൈവേഴ്സിറ്റി കൺസേൺ ഷുഡ് ബി ഇൻകോപ്പറേറ്റഡ് ഇൻ ദ എക്സിസ്റ്റിംഗ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ്. ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഷുഡ് ബി ഇൻവോൾവ് ഇൻ ദ കൺസർവേഷൻ എഫേർട്സ്. അപ്പോൾ ഒന്നും കൂടെ ഗവൺമെൻറ് അഗ്രികൾച്ചറൽ പോളിസീസൊക്കെ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ക്രോപ്പുകളും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ലോക്കൽ കമ്മ്യൂണിറ്റികളും കാര്യങ്ങളൊക്കെ ഇത് കൺസേർവ് ചെയ്യുന്നതിൽ എഫേർട്ട് എടുക്കുക. നമുക്കറിയാം ഓരോ നാട്ടിൽ ഓരോ സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ കമ്മ്യൂണിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഒന്നും കൂടെ കൺസർവേഷനിലേക്ക് എഫേർട്ട് എടുക്കുക. ഇപ്പം അങ്ങനെയുള്ള സംഘടനകളൊന്നും ഇല്ല. കൃഷിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണുന്നില്ല. ഇനി ഇന്ത്യയിലുള്ള എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ പോളിസീസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ കൺസർവേഷൻ ഓഫ് എൻവയോൺമെൻറ്റ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എർത്ത് ഇസ് ഓൺലി പ്ലാനറ്റ് ഓൺ വിച്ച് ലൈഫ് ഈസ് പോസിബിൾ. ഭൂമിയിൽ മാത്രമേ ലൈഫ് പോസിബിൾ ആകുന്നുള്ളൂ. പോപ്പുലേഷൻ ഓൺ എർത്ത് ഈസ് ഓൾസോ ഇൻക്രീസിങ് അറ്റ് ദ അലാർമിംഗ് റേറ്റ് ആൻഡ് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദ പോപ്പുലേഷൻ വിൽ ഇൻക്രീസ് അപ് ടു അബൌട്ട് 818 crores ഓർ മോർ ഇൻ 2025, പുട്ടിംഗ് സ്ട്രെസ് ഓൺ നാച്ചുറൽ റിസോഴ്സസ്. നമുക്കറിയാം പോപ്പുലേഷൻ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിസോഴ്സസും അധികമായിട്ട് വേണം. 2025 ആകുമ്പോഴത്തേനും 818 കോടിയോളം ജനങ്ങളുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്.
എന്തുകൊണ്ടാണ് കൺസേർവ് ചെയ്യണത്, കൺസർവേഷൻ്റെ ആവശ്യകത എന്താണ്? ടു സേഫ് ഗാർഡ് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഫ്രം ദ onslaught of continuous degradation as we cannot stop development, protection measures are very much necessary. എന്തിനാണ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് പറഞ്ഞത്. കൺസേർവ് ചെയ്യുന്നത് എന്തിനാണ്? നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഈസ് എ പാർട്ട് ഓഫ് ദ റിസോഴ്സ് മാനേജ്മെൻറ്റ് ദാറ്റ് ഈസ് കൺസേൺ വിത്ത് ദ ഡിസ്ചാർജ് ഇൻ ടു ദ എൻവയോൺമെൻറ്റ് ഓഫ് സബ്സ്റ്റൻസസ് ദാറ്റ് മൈ ബി ഹാംഫുൾ വിത്ത് ദ സേഫ് ഗാർഡിംഗ് ബെനിഫിഷ്യൽ യൂസസ്. കൺസർവേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. എത്ര ഒബ്ജക്റ്റീവ്സ് ഉണ്ട്? 3 എണ്ണമാണ്. ഒബ്ജക്റ്റീവ്സ് ഫോർ ദ കൺസർവേഷൻ ഇസ് ടു പ്രൊട്ടക്ട് ദ പ്രസൻറ്റ് റിസോഴ്സസ് ആൻഡ് ദ സിറ്റുവേഷൻ സോ ദാറ്റ് ഗുഡ് ക്ലീൻ ആൻഡ് സെൽഫ് സഫീഷ്യൻറ്റ് എൻവയോൺമെൻറ്റ് കുഡ് ബി മെയ്ഡ് അവൈലബിൾ ടു ദ ഫ്യൂച്ചർ ജനറേഷൻ ഓൾസോ. അതായത് നമ്മൾ ഇപ്പോൾ ഉള്ള റിസോഴ്സസിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുക, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെ കൺസേർവ് ചെയ്യുക. എന്തിനാണ് ഈ കൺസേർവ് ചെയ്യുന്നത്? ഫ്യൂച്ചർ ജനറേഷനുള്ള ആളുകൾക്കും ഇത് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോപ്പർ ഇക്കോളജിക്കൽ ബാലൻസ് ഇൻക്ലൂഡിംഗ് ബയോട്ടിക് കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് അതർ ബേസിക് കോമ്പണൻസ് like earth, air, soil, water, trees, etc. To keep the diversity of organisms on earth and development. വ്യത്യസ്ത തരത്തിലുള്ള പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ്. ഫോർ ദ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഫോർ എ ലോങ് ടൈം ഓൺ ദിസ് എർത്ത് തിങ്ക് ഗ്ലോബലി ആൻഡ് ആക്ട്സ് ലോക്കലി. ഇത് പറഞ്ഞത് റെയിൻ ജോബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ടേക്കൺ ഇൻ ഇന്ത്യ മെഷേഴ്സ്. ഒരുപാട് ആക്റ്റുകൾ താഴെ പറയുന്നുണ്ട്. ഈ to protect the environment, Indian government resorted to certain activities like laws, seminars, camps, amendments in the constitution. ഇതാണ് 847 വരെയുള്ള 7 മുതലുള്ള ആക്റ്റുകളാണ് ഈ പറയുന്നത്. ഒത്തിരി ഉണ്ട്, അപ്പോൾ വായിച്ച് നോക്കുക കേട്ടോ. ഇന്ത്യൻ ഫിഷറീസ് ആക്ട് ഉണ്ട്, ബംഗാൾ സ്മോക്ക് നോയ്സൻസ് ആക്ട് ഉണ്ട്. ഇത് 47, 5, 12 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ഇതെല്ലാം കൂടെ കാണാതെ പഠിക്കുന്നത് പോസിബിൾ അല്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഓർമ്മയുള്ളതൊക്കെ എഴുതാനും വേണ്ടി ശ്രദ്ധിക്കുക. കോട്ട് ചെയ്ത് എഴുതുന്നത് വളരെ നല്ലതാണ്. നെക്സ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് മെയ്ഡ് ഇൻ ഇന്ത്യ. To safeguard environmental conservation, the following amendments were made in the constitutional provisions. 42ാമത്തെ അമെൻമെൻറ്റ് ആർട്ടിക്കിൾ 51A ക്ലോസ് ജിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് 1972 ഇതിലൊക്കെ അമെൻമെൻറ്റ് വരുത്തിയിട്ടുണ്ട്. ഫാക്ടറീസ് ആക്ട് 1948 അമെൻഡ് ചെയ്തിട്ടുണ്ട്. 1987 48 വന്നിട്ടുള്ള ആക്ട് അമെൻഡ് ചെയ്തത് 1987. In section 11 of the act, cleanliness of the factories is taken into account. It is the duty of the factory owner to check the factory is free from effluent. അപ്പോൾ സെക്ഷൻ 11 ഈ ആക്റ്റിൽ പറയുന്നത് ഫാക്ടറീസിൻ്റെ ക്ലെൻലിനെസ് കണക്കിലെടുക്കണം. ഫാക്ടറി ഓണറുടെ ഡ്യൂട്ടിയാണ് ഫാക്ടറി ഏതെങ്കിലും എഫ്ലുവൻറ്റിൽ നിന്ന് ഫ്രീ ആണോ എന്നുള്ളത് നോക്കേണ്ടത്. മെഷേഴ്സ് ഫോർ എനി എമർജൻസി ഇൻ ദ ഫാക്ടറി, എന്തെങ്കിലും ഫാക്ടറിയിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടോ അതിൻ്റെ മെഷേഴ്സൊക്കെ നോക്കേണ്ടതും ഇയാൾ തന്നെയാണ്. എനി ഹാംഫുൾ എഫ്ലുവൻറ്റ് പ്രൊഡ്യൂസിങ് ഫാക്ടറി ഷുഡ് ബി അവേ ഫ്രം ഹാബിറ്റാറ്റ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ ഹാംഫുൾ ആയിട്ടുള്ള എഫ്ലുവൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറി ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേറെ ആളുകളില്ലാത്ത സ്ഥലങ്ങളിൽ പണിയണം. ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ഹാംഫുൾ വേസ്റ്റ് ഷുഡ് ബി എമിറ്റഡ്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഹാംഫുൾ ആയിട്ടുള്ള വേസ്റ്റുകൾ എമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഒരുപാടെല്ലാം കൂടെ തള്ളിക്കയറ്റി പുറത്തേക്ക് കളയരുത്. പ്രോപ്പർ മെയിൻ്റനൻസും മെഷീനറീസൊക്കെ ചെക്ക് ചെയ്യുകയും ചെയ്യണം. അതാണ് അമെൻമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി കൺസർവേഷൻ ആക്ട് 1980 അമെൻഡ് ചെയ്തിട്ടുള്ളത് 1988 ഓക്കെ. അപ്പോൾ നോക്കുക, 1894 ഒരു പോളിസി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് 1952 88 എനിക്ക് വർഷങ്ങൾ പറയുമ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ പാടില്ല. ഓക്കെ, എനിക്ക് എന്തുമാകാം, അങ്ങനെയല്ല കേട്ടോ. സോ ശ്രദ്ധിക്കുക, 1952 അതുപോലെ 88 അമെൻഡ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ ഫോറസ്റ്റ് ഓൺ ദ എർത്ത് ഷുഡ് നോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു ദ അതർ പ്ലാന്റേഷൻ വിത്തൗട്ട് ആക്സെപ്റ്റൻസ് ഓഫ് ദി ഗവൺമെൻറ്. നാച്ചുറൽ ഫോറസ്റ്റുകളൊക്കെ വെട്ടി നിരപ്പാക്കിയിട്ട് മറ്റുള്ളതിലേക്കും പ്ലാന്റേഷനോ അങ്ങനെ ഒന്നും ആക്കി മാറ്റാൻ പാടില്ല, ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ. അപ്പോൾ നല്ലൊരു കാർഡ് കാണുകയാണ്, ഓ വാവ് നമുക്കിവിടെ റബ്ബർ കൃഷി നടത്തിയാലോ എന്ന് നിങ്ങൾക്ക് അങ്ങ് പറയാൻ പാടില്ല. ഗവൺമെൻറ്റിൻ്റെ ആക്സെപ്റ്റൻസും അപ്രൂവും ഒക്കെ കിട്ടിയാലേ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. For the conversion of land exceeding 20 hectares, the acceptance of government is necessary. അതുപോലെ 20 ഏക്കറിൽ കൂടുതലുള്ള സ്ഥലത്ത് നിങ്ങൾ കൃഷി ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൃഷി ചെയ്യുകയല്ല മറ്റെന്തെങ്കിലും തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം. If one converted forest area for development project, an equal amount of area is to be planted by him. എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ആരെങ്കിലും കാടൊക്കെ വെട്ടി നിരത്തി കഴിഞ്ഞാൽ അതേ എമൗണ്ടിലുള്ള ഒരു
ഫോറസ്റ്റ് നിങ്ങൾ പണിയണം. ഇവിടെയൊക്കെ എന്താണ് നമ്മുടെ റോഡൊക്കെ പണിയാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ വെട്ടി നിരത്തുന്നുണ്ട്. വെട്ടി നിരത്തൽ മാത്രമേ നടക്കുന്നുള്ളൂ, പ്ലാന്റുകളൊന്നും കൃഷി ചെയ്യുന്നത് കാണുന്നില്ല. പ്രോപ്പർ ചെക്ക് ഓൺ ഇല്ലീഗൽ ആൻഡ് ക്യാപ്ചർ ആൻഡ് crop rotation. Encouragement to tribal community. Forest planning and management should be stressed. Afforestation near the hills and slopes of the hills. No area should be deforested with the purpose of reforesting it. The cutting of trees in the hills should not exceed 10 hectares, whereas in plains it should not be exceed 20 hectares. Grazing should be checked. Penalties for any disobedience of laws. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചിലതൊക്കെ ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ഓവർ സ്ട്രെസ് ചെയ്യേണ്ടാത്ത ഏരിയാസൊക്കെയാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുള്ളത്. നിങ്ങൾക്കത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്തിട്ട് പോയിൻറ്റ്സ് വായിച്ച് നോക്കാം. എക്സ്ട്രാ പോയിൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് റെഫർ ചെയ്യാം. നിങ്ങൾക്ക് മെറ്റീരിയൽസ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആൻഡ് ഇഫ് യു ഹാവ് എനി സജഷൻ റിഗാർഡിംഗ് ദ ക്ലാസ്സസ് അല്ലെങ്കിൽ ഇതിൻ്റെ മോഡുലേഷനിലോ വോയിസിലോ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഫീൽ ഫ്രീ ടു സേ ഇൻ ദ കോമെൻറ്റ്സ്. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കോമെൻറ്റിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ പാർട്ട് 2 പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ.